ആ വേണം. ഫോട്ടോ സ്റ്റോക്കിലുണ്ടോ അതോ മെയിൽ ചെയ്യണോ? ഓക്കെ. ആ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇല്ല, നടക്കാറായിട്ടില്ല. അതെ അതെ. ഈ ചികിത്സ വെറുതെ ആവില്ലെന്ന് തോന്നുന്നു. വന്നപ്പോൾ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നു. അതെ അതെ. ഓക്കെ, താങ്ക്സ്. ദേവൻ ആരായിരുന്നു? അതൊരു പഴയ സുഹൃത്താ. ഇപ്പോൾ ഒരു പത്രത്തിൻ്റെ പ്രാദേശിക ലേഖനാ. അവരുടെ ഫോട്ടോയ്ക്ക് വേണ്ടി വിളിച്ചതാ. മരണമെന്ന സത്യത്തെ ചതുരക്കള്ളിയിലാക്കി എല്ലാ വർഷവും ഒരു ഓർമ്മപ്പെടുത്തൽ ചടങ്ങ്. അടുത്ത മാസം 4-ാം തീയതി അല്ലേ? എന്നെപ്പറ്റി എല്ലാം വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. എന്നിട്ടും നിങ്ങൾ ആരാന്ന് ഇതുവരെ... പ്ലീസ്, ആരാണ് നിങ്ങൾ? ഗുഡ് മോർണിംഗ് ദേവൻ. മോർണിംഗ് ഡോക്ടർ. ഇന്നലെ ഉറങ്ങിയോ? യെസ് ഡോക്ടർ. കാലം നനക്കാൻ ശ്രമിക്കൂ. റിലാക്സ്. നോക്കൂ ദേവൻ, വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കാലനക്കാൻ പറ്റിയപ്പോ തന്നെ ഒരിക്കൽ നടക്കാൻ പറ്റില്ല എന്ന വിശ്വാസം മാറിയല്ലോ അല്ലേ? ഡോക്ടർ, ഇപ്പോ ചെറിയൊരു ആത്മവിശ്വാസം തോന്നുന്നു. നടക്കും ഡോക്ടർ ഞാൻ. ഗുഡ്. ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക. വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ചിന്തകളായിരുന്നു നിങ്ങളുടെ പ്രശ്നം. ഇതൊരു സാധാരണ ഹോസ്പിറ്റലല്ല. ഈ ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമാണ്. ഇവിടെ ഡോക്ടർ രോഗിയല്ല ചികിത്സിക്കുന്നത്,
ഡോക്ടറും രോഗിയും ഒരുമിച്ച് നിന്ന് രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. ലിഗ്മെന്റ്സിന് കുറച്ച് ടൈറ്റുള്ളായി തോന്നുന്നുണ്ട്. സെയിം തെറാപ്പി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ ദേവൻ, ബി കോൺഫിഡന്റ്. ഇപ്പോഴെങ്ങനെ, പെയിൻ കുറവില്ലേ? പക്ഷേ ക്ഷീണത്തിന് കുറവൊന്നുമില്ല ഡോക്ടർ. നെഞ്ചിനുള്ളിലൊക്കെ വലിഞ്ഞു മുറുകുന്ന പോലെ. എത്തി. ഓ കൂലി അച്ഛ വെച്ചടി കൂടുക. എന്നാ സാധനം വിൽക്കുമ്പോ വിലയുണ്ടോ? ഇല്ലേനു. റീചാർജ് കൂപ്പൺ, പറഞ്ഞ പുസ്തകവും. ഓ ഏൽപ്പിച്ചെന്തോന്ന് മറന്നിരിക്കുന്നു, ഉറപ്പാ. പിന്നെ തേങ്ങയിടാൻ രാവുണ്ണീനെ നേരിട്ട് കണ്ടു പറഞ്ഞു. എന്താച്ചാ അവൻ്റെ മൊബൈലില്ലല്ലോ. എൻ്റെ ലാപ്ടോപ്പ് കിട്ടിപ്പോയി, മറന്നത് പിടിക്കും. ലാപ്ടോപ്പ് എന്ത് ബുദ്ധിയാണോ തൻ്റെ? ഏയ് ചീത്ത പറയില്ല അച്ഛാ, നാളെ മറക്കാതെ ഉറപ്പാ കൊണ്ടുവരും. ഇനി ചീത്ത കേട്ടാ ആ വിഷമത്തിന് നാളെ മറന്നാലോ. കുമാരേട്ടാ, ദാ ഈ മരുന്നൊന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. ആയിക്കോട്ടെ. ഡോക്ടർ, എന്താണ് അവരുടെ കണ്ടീഷൻ? ഹൂ ഈസ് ഷീ? ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാൾ, നിങ്ങളുടെ ഒരു വെൽവിഷർ. എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട്. ദേവൻ, ഒരിക്കൽ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ സാധാരണയായി ഞങ്ങളത് അനുവദിക്കാറില്ല. പക്ഷേ ദേവന്റെ കേസിൽ ഷുവർ നിങ്ങൾക്ക് അവരെ നടന്നു ചെന്ന് കാണാൻ പറ്റും. അവരെ കാണണമെന്ന് അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ, റിലാക്സ്. ദേവരാജ്, ദേവരാജ്, ദൈവങ്ങളുടെ രാജാവ്. 3 വർഷമായി ഒരു കട്ടിലിൽ ചുരുട്ടിയെറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം പോലെ. ദേവൻ, ഇങ്ങനെ നിരാശപ്പെട്ടാലോ? ഒരു കാലത്ത് കരുത്തിന്റെ പ്രതീകമായിരുന്നു നിങ്ങൾ. കോളേജ് ഗ്രൗണ്ടിൽ പടക്കുതിരയുടെ കരുത്തോടെ കൊടുങ്കാറ്റായി വീശി കാണികളിൽ ആവേശത്തിന്റെ അഗ്നി പടർത്തിയവൻ. അക്കാലത്ത് ക്യാമ്പസിലെ എല്ലാ കണ്ണുകളും നിങ്ങളിലായിരുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് ആവേശമായിരുന്നു, ആരാധനയായിരുന്നു, പ്രണയമായിരുന്നു. ആ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകൾ പോലും എന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേവൻ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, പറയട്ടെ? നീ എഴുന്നേറ്റ് നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. കട്ടിലിൽ മുഖം മൂടിക്കിടക്കുകയായിരുന്നു ഞാൻ. നീ ആ
പുതപ്പ് വലിച്ചെടുത്തു. എന്നെ കണ്ടപ്പോൾ അത്ഭുതത്തിന്റെ ഒരു കടൽ തന്നെ നിന്റെ കണ്ണിൽ ഇളകി മറയുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് 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 സുഹൃത്ത് എന്ത് പറയുന്നു? പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ദാ അവരുള്ളത് വലിയൊരു ആശ്വാസമായിട്ട് തോന്നുന്നു. എന്നോടൊപ്പം കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്രേ. ഐ ആം കൺഫ്യൂസ്ഡ് സിസ്റ്റർ. സിസ്റ്റർ, എനിക്ക് അവരൊന്ന് കാണാൻ പ്ലീസ്. അവരോട് ഒന്ന് ഇവിടം വരെ വരാൻ പറയൂ. സോറി, ഒരാളുടെ വിവരവും ഞങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം കാണാൻ. പിന്നെ അവരുടെ അവസ്ഥ ഇവിടേക്ക് വരാൻ പറ്റാത്ത വിധം പരിതാപകരമാണെങ്കിലോ? വല്ലാത്ത ദാഹം. ഇടയ്ക്കിടെ ഇത്തിരി തൊണ്ട നനയ്ക്കണം. ചാരി ഇരുത്തണോ? വേണ്ട. എങ്ങനെ ഇരുന്നാലും അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. ആ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു വീട് കാണാറുണ്ടെന്ന് പറയാറില്ലേ? ദാ ഞാനിപ്പോ അങ്ങോട്ട് നോക്കി തന്നെയാ കിടക്കുന്നത്. അവനതാ ചിത്രം വരയ്ക്കുന്നു. എൻ്റെ മകൻ്റെ പ്രായം തന്നെയാവും അവനും. പക്ഷേ അവൻ്റെ അവസ്ഥ പാവം. എൻ്റെ മകനും നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. ദേവനും അന്നൊക്കെ നന്നായി വരച്ചിരുന്നു, ഓർക്കുന്നോ? അവനെ പറ്റി കേട്ടപ്പോൾ എനിക്കവനെ ഒന്ന് കാണാൻ അതിയായ ആഗ്രഹം തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവൻ, നീ നടന്ന് ഈ ജനലിനടുത്ത് വരും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ജനലിലൂടെ അവൻ്റെ കുസൃതികൾ കണ്ടു നിൽക്കും. കാണണം. മഴക്കാറ്, ചാറ്റൽ മഴ, ഇളം കാറ്റ്, തുമ്പികൾ. എത്ര മനോഹരാണ് ഈ ലോകം. അവനിപ്പോഴും ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് അവൻ അച്ഛൻ പുതിയ ബ്രഷ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോഹരമായിരിക്കുന്നു. അച്ഛാ,
കിച്ചു, ഹായ്, എന്റെ പുതിയ ബ്രഷ്. ഇതാ മോനെ. വലിയൊരു ചിത്രകാരനാവണം നീ. നിന്റെ പരിമിതികളെയെല്ലാം നീ നിറച്ചാർത്തുകൾ കൊണ്ട് മറികടക്കണം. അച്ഛന്റെയും ആഗ്രഹമായിരുന്നു ഒരു ചിത്രകാരനാവണമെന്ന്. എന്നിട്ട് അച്ഛൻ എന്ത് ചിത്രകാരനാകഞ്ഞത്? അതിന് അച്ഛന് വരയ്ക്കാൻ അറിയില്ലല്ലോ. അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കും. വലിയൊരു ചിത്രകാരനാവും ഞാൻ. ചുമരിലും മരങ്ങളിലും കുന്നുകളിലും ഈ ആകാശത്തിലും എല്ലാം എന്റെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കും, തീർച്ച. എന്തൊരാത്മവിശ്വാസം. കാലടക്കി അളക്കാൻ ശ്രമിക്കണം. മൂന്നാറിൽ എസ്റ്റേറ്റ് കൊടുക്കുന്നുവെന്ന് ചോദിച്ച് ഒരു കൂട്ടർ വന്നിരുന്നു. കൊടുക്കില്ലാന്ന് ഞാൻ അങ്ങോട്ട് തറപ്പിച്ച് പറഞ്ഞു. അപ്പൊ നേരിട്ട് കാണണമെന്നായി. ഇവിടെ കിടക്കുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വേണ്ട, പറയണ്ട, ആരും അറിയണ്ട. ഈ കട്ടിലിൽ കിടന്ന് ഇതൊക്കെ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ നല്ല മാറ്റമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഈശ്വരാധീനം, 2 ആഴ്ച കൊണ്ട് എണീറ്റ് നടക്കാനാവുന്ന ഡോക്ടറുടെ അഭിപ്രായം. കിച്ചു, പഠിക്കാനില്ല നിനക്ക്? ഓ യെസ്. ഓ മൈക്കിൾ ജാക്സൺ, എന്തൊരു സ്റ്റൈൽ, എന്തൊരു വേഗത. വലുതാകുമ്പോ ഞാനും ഒരു ഡാൻസർ ആകും, ഉറപ്പാ. കിച്ചു, നോക്കൂ ദേവൻ, അവന്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. ശരിയാ, ആരും അവനെ ഇഷ്ടപ്പെടും. മിടുക്കൻ. അച്ഛാ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. അയ്യേ, മോൻ ചെറിയ കുട്ടിയല്ലേ. വലുതായിട്ട് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് മോൻ ഇതൊക്കെ ഓടിക്കാമല്ലോ. അയ്യേ, വലുതായ ഞാൻ ഇതൊന്നല്ല ഓടിക്കാം, ഫ്ലൈറ്റാ. ഈ ലോകം മുഴുവൻ ഞാൻ വിമാനത്തിൽ ചുറ്റും. അയ്യോ പ്രകാശ്,
മിണ്ടാത്തെ? എന്താ ശബ്ദം കേട്ടത്? എന്തെങ്കിലും ഒന്ന് പറ ദേവൻ. പതുക്കെ. പാവം കുമാരേട്ടൻ ഇന്നലെ വീട്ടിൽ പോയിട്ടേ ഇല്ല. ICUവിന്റെ മുന്നിൽ ഒറ്റ ഇരിപ്പായിരുന്നു. ഇന്നലെ എന്തു പറ്റി? ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നതാ. പക്ഷേ കുമാരേട്ടന് സന്തോഷായില്ലേ? ഉം. ആ പിന്നെ പോകുമ്പോ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോന്നോളൂ. ആയിക്കോട്ടെ. ഇപ്പോ വല്ലായിക തോന്നുന്നുണ്ടോ? ഇല്ല, താൻ പോയി വാ. ഞാനൊന്ന് നടക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കേൾക്കുന്നില്ലേ? അധികം വൈകാതെ ഞാൻ നടക്കും, ഉറപ്പ്. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ആ ജനലിനടുത്തെത്തും. ഉറങ്ങാണോ? അവര് പോയി. ഡിസ്ചാർജ്ഡ്? ഛേ, ഒരു വാക്ക് പോലും പറയാതെ. ശരിയാ, ഒരു വാക്കും ആരോടും പറഞ്ഞില്ല. ഉറക്കത്തിലായിരുന്നു. ഒന്നാലോചിച്ചാൽ നന്നായി. പാവം. അവർ അവർ രോഗം മൂർച്ഛിക്കുമ്പോൾ ഇവിടെ വരും. പിന്നെ 1-2 മാസം ഇവിടെ ഉണ്ടാവും. ബോഡി മെഡിക്കൽ കോളേജിൽ നൽകണമെന്ന് നിർബന്ധമായിരുന്നു ആ പാവത്തിന്. രാവിലെ തന്നെ അവർ ബോഡി കൊണ്ടുപോയി. എനിക്ക് പ്ലീസ് സിസ്റ്റർ, എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്ക് ആ മുറിയിലെ ജനലിനടുത്തേക്ക് പോകണം, പ്ലീസ്. ആ വീടെവിടെ? വീടോ? ഏത് വീട്? ആ വീട്ടിലൊരു കുട്ടിയുണ്ട്. എവിടെ? ആ വീടും കുട്ടി എവിടെ? ആര് പറഞ്ഞു ഇങ്ങനെ ഒരു വീടിന്റെ കാര്യം? അവർ ഇന്നലെ മരിച്ചില്ലേ? അവർ ദാ ഇവിടെ കിടന്നിരുന്നില്ലേ? അവരോ? കാഴ്ചയില്ലാത്ത അവരോ? അതെങ്ങനെ? She was totally blind. Was she blind? Mm-hmm.